മഴ വല്ലാതെ പെയ്യുമ്പോൾ അപ്പു കൂനിക്കൂടി മുത്തച്ഛൻ്റെ അരികിലിരുന്നു. ചിലപ്പോൾ മുത്തച്ഛൻ്റെ പുതപ്പിനകത്തു സ്ഥലം കിട്ടി. വെളുത്ത പട്ടുതിരശീല പോലെ പെയ്യുന്ന മഴ, നിരത്തിൻ്റെ ഇരുവശങ്ങളിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരങ്ങൾ, പച്ചപിടിച്ച വയൽ, കുട ചൂടിയോ ചൂടാതെയോ ഇലക്കഷണങ്ങളോ പാളയോ കുടയാക്കി പിടിച്ചോ ധൃതിയില്ലാതെ നടക്കുന്ന ഒറ്റപ്പെട്ട മനുഷ്യർ, കടലിൻ്റെ ഇരമ്പം, പുഴയുടെ പുളപ്പും ധിക്കാരം കലർന്ന മൂളലും, നേരിയ കാറ്റും തിമിർത്തു പെയ്യുന്ന മഴയും ആസ്വദിച്ച് താളത്തിൽ തലയിളക്കി അഞ്ചുന്ന ഉയർന്ന തെങ്ങുകൾ, മാവിന്മേലും തെങ്ങിൻ പട്ടകളിലും നനഞ്ഞു തൂങ്ങിയിരുന്നു നീട്ടിക്കരയുന്ന കാക്കകൾ. അക്കരെയുള്ള കാക്കകൾ പുഴ ഇരുതല മുട്ടുന്നതിനു മുമ്പ് പോകണം. പുഴ നിറഞ്ഞാൽ അക്കരെപ്പെട്ട കാക്കകൾ അക്കരെ, ഇക്കരെ കാക്ക ഇക്കരെ. കൂട് അക്കരെയും പെട്ടത് ഇക്കരെയുമാണെങ്കിൽ നനഞ്ഞു തൂങ്ങിയിരുന്നു കരയുക തന്നെ. വൈക്കോൽ കുണ്ടയുടെ കീഴെ മഴയേൽക്കാത്തയിടത്ത് ഒതുങ്ങി നിൽക്കുന്ന കോഴികൾ, മുറ്റത്ത് ഏതെങ്കിലും ഒരു പുഴുവോ മണ്ണട്ടയോ നടക്കുന്നതു കണ്ടാൽ ദേഹത്തിലേൽക്കാവുന്ന നനവിൻ്റെ വിഷമവും മണ്ണട്ടയെ തിന്നാൻ കിട്ടുന്ന സംതൃപ്തിയും കോഴിയുടെ പെരുമാറ്റത്തിൽ കാണാം. സംശയിച്ചു നിന്ന് ഒരു ചാട്ടമാണ് അവസാനം. മാവിൻ കൊമ്പത്തെ കാക്ക മണ്ണട്ടയെ കണ്ടിട്ടില്ല ഇത്ര നേരവുമെങ്കിലേ കോഴിക്കു കിട്ടൂ. കോഴിയും കുട്ടികളുമുണ്ട്. ബിയൂട്ടിയമ്മയുടെ സ്വത്താണ്. 16 കുട്ടികളുണ്ടായിരുന്നു. 4 എണ്ണത്തിന് പരുന്തുറാഞ്ചി, 2 കുട്ടികൾ ബസ്സിനടിയിൽ പെട്ടു. 4 എണ്ണത്തിന് ഒരു കുറുക്കൻ ഓടിയെത്തി ഒരു കപ്പലിൽ ഒതുക്കി. ഒന്നിനെ ഒരു തെണ്ടിപ്പട്ടി കടിച്ചു കൊണ്ടുപോയി. ഒന്നിനെ അറുത്തു സൂപ്പ് വെച്ച് ബിയൂട്ടിയമ്മ തന്നെ കഴിച്ചു. ബാക്കി 4 എണ്ണമുള്ളത് വലുതായി. തള്ളക്കോഴി അവറ്റയെ കൊത്തി ആട്ടുകയാണ്. തന്നിൽ നിന്ന് കൊത്തിയും ദ്രോഹിച്ചും അകറ്റുന്നു. അവ പിന്നെയും അടുത്തുകൂടുന്നു. തനിക്കു തന്നെ തിന്നാൻ ഒന്നും കിട്ടാത്ത വർഷകാലത്ത് മക്കളെ കൊത്തിയാട്ടുകയല്ലാതെ എന്തു വഴി? അപ്പുവിനെ സ്വന്തം പുതപ്പിനുള്ളിൽ ഒതുക്കി നിർത്തി ശങ്കരൻ നായർ ചോദിക്കും, ആരാ പോണത്? എവിടെ മുത്തശ്ശ? അതാ ആ വലിയ വരമ്പത്ത്. ആരുമില്ലാലോ. ഒരു നിഴല് പോലെ തോന്നി. മുത്തശ്ശന് വെറുതെ തോന്നുക. വലിയ കുണ്ടൻ കുടയും ചൂടി പണിക്കാരെങ്കിലും പോകുമ്പോഴും മുത്തച്ഛൻ അന്വേഷിക്കും, എന്താ കൊട്ടയിൽ കൊണ്ടോണ്? കളക്കൊട ചൂടി ആരോ പോവാണ് മുത്തശ്ശ.